നോക്കാം സ്പീഡ് ന്യൂസ്. സിനിമാ മേഖലയിലെ സ്ത്രീപീഡന ആരോപണങ്ങളും പരാതികളും അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക പോലീസ് സംഘത്തിന്റെ ആദ്യ യോഗം നാളെ. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. പരാതികളിലും പോക്സോയിലും കേസെടുക്കാനൊരുങ്ങി 7 അംഗ അന്വേഷണ സംഘം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങളും അന്വേഷണ പരിധിയിൽ. സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് നിയമാനുസൃതമായി സംസ്ഥാന സർക്കാർ നടപടികൾ കൈക്കൊള്ളുന്നുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ്. നിയമത്തിനു മീതെ ആരും പറക്കില്ലെന്നും സർക്കാർ ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും എം പി രാജേഷ്. നാളെ ചേരേണ്ടിയിരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചു. യോഗം മാറ്റിയത് മോഹൻലാലിന്റെ അസൗകര്യം മൂലമെന്ന് വിശദീകരണം. പ്രമുഖ നടന്മാർക്കെതിരെ പീഡനാരോപണവുമായി നടി മിനു മുനീർ. ആരോപണം മണിയൻപിള്ള രാജു, ഇടവേള ബാബു, ജയസൂര്യ തുടങ്ങിയവർക്കെതിരെ. പ്രതികരണം ഫേസ്ബുക്ക് കുറിപ്പിലൂടെ. ലൈംഗികാരോപണത്തിൽ അന്വേഷണം വേണമെന്ന് നടൻ മണിയൻപിള്ള രാജു. ആരോപണം ധാരാളം വരുമെന്നും ഇതിന് പിന്നിൽ പല ഉദ്ദേശമുള്ളവർ ഉണ്ടാകുമെന്നും മണിയൻപിള്ള രാജു. സിദ്ദീഖിനെതിരായ ആരോപണത്തിലും അന്വേഷണം വേണമെന്ന് മണിയൻപിള്ള രാജു. സിദ്ദീഖിനെതിരായ ആരോപണത്തിൽ മരണം വരെ ഉറച്ചു നിൽക്കുമെന്ന് നടി രേവതി സമ്പത്ത്. കൈരളി ന്യൂസ് ആൻഡ് വ്യൂസിലായിരുന്നു നടിയുടെ പ്രതികരണം. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്ന് നടൻ ടൊവിനോ തോമസ്. സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും എല്ലാവരും സുരക്ഷിതരായിരിക്കണം. വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നും ടൊവിനോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിലേക്ക് നാളെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. വയനാട് പുനരധിവാസത്തിനായി കേന്ദ്രം സഹായം ആവശ്യപ്പെടും. ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. കേന്ദ്ര വിദഗ്ധ സംഘം ഇന്ന് വയനാട്ടിൽ. ചിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന ആവശ്യം. കർണാടക മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ കുടുംബം. കൂടിക്കാഴ്ച ബുധനാഴ്ച. കർണാടക സർക്കാർ അലംഭാവം തുടരുകയാണെങ്കിൽ നിരാഹാരം അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് ലോറി ഉടമ മനാഫ്. തിരുവനന്തപുരത്ത് തിരികെ എത്തിച്ച 13-കാരിയുടെ മൊഴി രേഖപ്പെടുത്തും. കുട്ടി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ. രക്ഷിതാക്കൾക്കൊപ്പം വിടുന്നത് തീരുമാനിക്കാൻ CWCയുടെ പ്രത്യേക സിറ്റിംഗ്. കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകത്തിൽ സമരത്തിലുറച്ച് ഡോക്ടർമാർ. വനിതാ ഡോക്ടറെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയതെന്ന് CBIക്ക് മുന്നിൽ സമ്മതിച്ച് സഞ്ജയ് റോയ്. കൊലപാതകികളെ മമത സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷം. ആലപ്പുഴയിൽ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച സംഭവത്തിൽ ആസിയയുടെ ഫേസ്ബുക്ക് സ്റ്റാറ്റസായി ആത്മഹത്യാക്കുറിപ്പ്. പിതാവിന്റെ മരണത്തിൽ ദുഃഖിതയാണെന്നും പിതാവിനൊപ്പം പോകുന്നുവെന്നും ആത്മഹത്യാക്കുറിപ്പിൽ. തിരുവനന്തപുരത്ത് നടക്കുന്ന 5ാം പഠന കോൺഗ്രസിന് മുന്നോടിയായി കോട്ടയത്ത് നടക്കുന്ന ആരോഗ്യ സെമിനാറിന് ഇന്ന് സമാപനം. 2 ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിൽ പങ്കെടുക്കുന്നത് 200-ൽ പരം ഡോക്ടർമാരും 100-ൽ പരം ആരോഗ്യ പ്രവർത്തകരും. ജമ്മു കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയിലും ഭിന്നത. BJPയുമായി സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ NCP. ആദ്യഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 6 സ്ഥാനാർത്ഥികളെ NCP അധ്യക്ഷൻ അജിത് പവാർ പ്രഖ്യാപിച്ചത് അനന്ത്നാഗ് വെസ്റ്റ്, റംബാൻ, ബനിഹോൾ, ത്രാൽ, പുൽവാമ, രാജ്പുര എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ.
KPCC പ്രസിഡന്റ് സുധാകരന്റെ മകന്റെ വിവാഹ ചടങ്ങിൽ AKG സെന്റർ ആക്രമണ കേസിലെ പ്രതികളും ചടങ്ങിൽ പങ്കെടുത്തത് AKG സെന്ററിലേക്ക് മോബ് എറിഞ്ഞ കേസിലെ പ്രതികളായ സുഹേൽ ഷാജഹാനും B ജിതിനും. ഇവർ സുധാകരനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ കൈരളി ന്യൂസിന്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ മഴ മുന്നറിയിപ്പ് 3 ജില്ലകളിൽ: കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട്. പതിനെട്ടാമത് അബുദാബി ശക്തി അവാർഡ് സമർപ്പണം ചെങ്ങന്നൂരിൽ നടന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കലാസാഹിത്യ മേഖലയിൽ സമഗ്ര സംഭാവനകൾ നൽകിയ ഷാജി N കരുൺ അടക്കം 16 പേർ അവാർഡിന് അർഹരായി. വയനാടിനെ സ്നേഹത്താൽ ചേർത്ത് പിടിച്ച് കോട്ടയം വൈക്കത്തെ ഹോട്ടലുടമ. ദുരിതബാധിതരെ സഹായിക്കാൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് 1 മാസത്തെ വരുമാനം 21 ലക്ഷം രൂപ മന്ത്രി VN വാസവൻ മുഖേന കൈമാറി. വയനാട് ദുരന്തത്തെ ക്യാൻവാസിൽ വരച്ച് ചിത്രകലയിലെ പ്രഗത്ഭർ. ഈ ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. കൊല്ലം നീരാവിൽ പ്രകാശ് കലാകേന്ദ്രം ചിത്രകലാ ക്യാമ്പ് സംഘടിപ്പിച്ചത് 66ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി. UK-യിൽ പാർലമെന്റ് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട സോജൻ ജോസഫിന് സ്വീകരണം ഒരുക്കി ജന്മനാട്. നാടിന് അഭിമാനമാണ് സോജന്റെ നേട്ടമെന്ന് മന്ത്രി VN വാസവൻ. ദില്ലി പഞ്ചവാദ്യ ട്രസ്റ്റിന്റെ 21ാം വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ അന്തർദേശീയ വാദ്യ മഹോത്സവ് 2024 സംഘടിപ്പിക്കുന്നു. ലോഗോ പ്രകാശന ചടങ്ങ് നിർവഹിച്ച പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ആശാൻ. പത്തനംതിട്ട അടൂരിൽ സ്വകാര്യ ആശുപത്രിയിലെ മാലിന്യം ജനവാസ കേന്ദ്രത്തിൽ തള്ളുന്നതായി പരാതി. മരിയൻ ഹോസ്പിറ്റലിലെ മാലിന്യം ആശുപത്രി അധികൃതർ വാടകയായി എടുത്ത വീട്ടിലെ കിണറിൽ തള്ളുന്നതായി നാട്ടുകാർ. കേരള ഡെന്റൽ എക്സ്പോ കോഴിക്കോട് നടന്നു. 240-ലധികം സ്റ്റാളുകളിലായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സ്ഥാപനങ്ങൾ മേളയിൽ അണിനിരന്നു. ഗർഭസ്ഥ ശിശുവിന്റെ കൊലപാതകത്തിൽ യുവാവ് അറസ്റ്റിൽ. ഒപ്പം താമസിച്ചിരുന്ന യുവതിയുടെ 5 മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിനെ തൊഴിച്ചുകൊന്ന സംഭവത്തിൽ അറസ്റ്റിലായത് തിരുവല്ല സ്വദേശി വിഷ്ണു. ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതിക്ക് ICRTC ഗോൾഡ് അവാർഡ്. അംഗീകാരം. വിവിധ തൊഴിൽ സംരംഭങ്ങളെ ഏകോപിപ്പിച്ച് വൻകിട പദ്ധതിക്കായി മാറ്റുന്ന സ്ത്രീകൾ അടക്കമുള്ളവർക്ക് അഭിമാന നിമിഷം. ജനറിക് മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനം കാര്യക്ഷമമാക്കണമെന്ന് കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ. തൃശൂർ എഴുത്തച്ഛൻ സ്മാരക ഹാളിൽ നടന്ന കൺവെൻഷൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. MR അജിത് കിഷോർ അധ്യക്ഷനായിരുന്നു. തൃശൂർ മുറ്റിച്ചോർ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടി യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മരിച്ചത് ചെമ്മാപ്പിള്ളി തച്ചപ്പിള്ളി പ്രഭാകരന്റെ മകൻ പ്രഭുലാൽ. SYS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉണർത്തു സമ്മേളനം സംഘടിപ്പിച്ചു. റീജിയണൽ തിയേറ്ററിൽ നടന്ന സമ്മേളനം SYS സംസ്ഥാന ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹരി ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ ഉപാധ്യക്ഷൻ KA മാഹിൻ സുഹരി അധ്യക്ഷത വഹിച്ചു. പെട്രോളിംഗിനിടയിൽ വാഹനമോഷ്ടാവ് പിടിയിൽ. തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായത് പറവട്ടാനി സ്വദേശി ബെഫിൻ. ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിംഗ് അവാർഡ്സിന്റെ ദക്ഷിണേന്ത്യൻ പതിപ്പിൽ തുടർച്ചയായ 3ാം തവണയും ഏജൻസി ഓഫ് ദി ഇയർ അവാർഡിന് അർഹരായി മൈത്രി അഡ്വർടൈസിംഗ് വർക്ക്സ്. എക്സ്ചേഞ്ച് ഫോർ മീഡിയ ഗ്രൂപ്പാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. മൈത്രിക്ക് ലഭിച്ചത് സ്വർണവും വെള്ളിയും വെങ്കലവും ഉൾപ്പെടെ 13 മെഡലുകൾ.
തിരുവനന്തപുരത്ത് ഭിന്നശേഷിക്കാർക്കായി വാക്കത്തോൺ സംഘടിപ്പിച്ചു. വാക്കത്തോൺ സംഘടിപ്പിച്ചത് പ്രമുഖ IT കമ്പനിയായ സൺടെക്കിന്റെ ആഭിമുഖ്യത്തിൽ. ഭിന്നശേഷിക്കാരും ഓട്ടിസം ബാധിതരും ഉൾപ്പെടെ വാക്കത്തോണിന്റെ ഭാഗമായി. റോട്ടറി മീൻസ് ബിസിനസിന്റെ പാലക്കാട് ചാപ്റ്റർ റോട്ടറി ഡിസ്ട്രിക്ട് 3201 മുൻ ഗവർണർ TR വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. സംഘടനയുടെ ചെയർമാനായി CB രാംലാൽ മറ്റു ഭാരവാഹികളോടൊപ്പം സ്ഥാനമേറ്റു. കാസർഗോഡ് കാഞ്ഞങ്ങാട് KSRTC ബസ്സിടിച്ച് ബൈക്കിൽ നിന്നും തെറിച്ചു വീണ യുവാവ് സ്വകാര്യ ബസ് കയറി മരിച്ചു. ബേഡെടുക്ക തെക്കേക്കര സ്വദേശി ശ്രീനേഷാണ് മരിച്ചത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഭൂഗർഭ മാർക്കറ്റ് ബംഗളൂരുവിൽ ആരംഭിച്ചു. വിജയനഗർ മെട്രോ സ്റ്റേഷന് സമീപത്താണ് മാർക്കറ്റ്. കൃഷ്ണദേവരായ പാലികെ ബസാർ എന്ന് പേര് നൽകിയ മാർക്കറ്റ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉദ്ഘാടനം ചെയ്തു. ആരാധകനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയും കന്നഡ സൂപ്പർ താരവുമായ ദർശന് ജയിലിൽ പ്രത്യേക പരിഗണന ലഭിക്കുന്നതിന്റെ ഫോട്ടോ പുറത്ത്. വിഷയത്തിൽ അന്വേഷണം വേണമെന്ന് കൊല്ലപ്പെട്ട രേണുക സ്വാമിയുടെ പിതാവ്. ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം. വർഷിച്ചത് 300-ലധികം റോക്കറ്റുകൾ. ആളപായമില്ലെന്ന് ഇസ്രയേൽ. ടെലഗ്രാം സ്ഥാപകന്റെ അറസ്റ്റിൽ ടെക് ലോകത്ത് വ്യാപക പ്രതിഷേധം. നടപടിയെ സംസാര സ്വാതന്ത്ര്യത്തിനെതിരായുള്ള കടന്നുകയറ്റമെന്ന് വിശേഷിപ്പിച്ച് ലോക കോടീശ്വരൻ ഇലോൺ മസ്ക്. ഫ്രാൻസിൽ വെച്ചാണ് ടെലഗ്രാം സ്ഥാപകൻ പാവൽ ഡുറോവിനെ അറസ്റ്റ് ചെയ്തത്. ജർമ്മനിയിലെ കത്തി ആക്രമണ കേസിലെ പ്രതിയായ സിറിയൻ സ്വദേശി കീഴടങ്ങി. പ്രതി IS ഭീകര സംഘടനയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.